ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബു തൗഹീദിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല എഴുതിയ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് ദർസ് ഓഡിയോ നമ്പർ 75. فالحاصل أن التبرك بالأشجار والأحجار هو من سنة المشركين ومن سنة الجاهلية ومن فعله فهو متشبه بالكفار وهو كافر مثلهم لا فرق بين من يعبد القبر ومن يعبد اللات والعزى أو الذي يطلب البركة من الشجر والذي يطلبها من الصنم لا فرق بينهما فالحاصل അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വ്യക്തമാകുന്ന ലഭ്യമാകുന്ന പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? അന്ന തബറക്ക ബിൽ അസ്ജാരി വൽ അഹ്ജാരി, ഷജറുകൾ മരങ്ങൾ കൊണ്ടും ഹജറുകൾ കല്ലുകൾ കൊണ്ടും ബറക്കത്തെടുക്കുക എന്നത് ഹുവ മിൻ സുന്നത്തിൽ മുശ്രിക്കീന, അത് ബഹുദൈവ വിശ്വാസികളുടെ ശൈലിയിൽപ്പെട്ടതാണ്. ഓ മിൻ സുന്നത്തിൽ ജാഹിലിയയുടെ നടപടിക്രമത്തിൽപ്പെട്ടതാണ്. വമൻ ഫഅലഹു, അങ്ങനെ ഒരുത്തൻ പ്രവർത്തിച്ചാൽ അങ്ങനെ പ്രവർത്തിക്കുന്നവൻ ഫഹുവ മുതശബ്ബിഹും ബിൽ കുഫാർ, കുഫാറുകളുടെ സദൃശനാണ്. വഹുവ കാഫിറും മിസ്ലഹും, അവരെപ്പോലെ തന്നെ അവനും കാഫിറാണ്. ലാ ഫർഖ ബൈന മൻ യഅ്ബുദുൽ ഖബ്റ വമൻ യഅ്ബുദുൽ ലാത്ത വൽ ഉസ്സ, ഖബറിനെ ആരാധിക്കുന്നവനും ലാത്തയും ഉസ്സയും ആരാധിക്കുന്നവനും തമ്മിൽ ഒരു വ്യത്യാസമല്ല. അവില്ലദീ യത്ലുബുൽ ബറക്കത മിന ഷജറത്തി, അല്ലെങ്കിൽ മരത്തിൽ നിന്ന് ബറക്കത്ത് തേടുന്നവനെ അവനും, വല്ലദീ യത്ലുബുഹാ മിന സ്വനമി, ബിംബത്തിൽ നിന്ന് ബറക്കത്ത് തേടുന്നവനും, ലാ ഫർഖ ബൈനഹുമാ, അവർക്കിടയിൽ വ്യത്യാസമില്ല എന്ന്. ഫഫി ഹാദാ, അപ്പോൾ ഈ ഹദീസിലുണ്ട് ബുത്ലാനു തബറുക്കി ബിൽ അസ്ജാരി വൽ അഹ്ജാരി, മരങ്ങൾ കൊണ്ടും കല്ലുകൾ കൊണ്ടും ബറക്കത്തെടുക്കൽ ബാത്തിലാണ്, വ്യാജമാണ്, അത് ശരിയല്ല എന്നതിന് തെളിവുണ്ട്. വഅന്നഹു ശിർക്കുൻ, അത് ഷിർക്കാണ് എന്നതിനും. ലിഅന്ന മൂസ അലൈഹിസ്സലാം ഖാൽ, കാരണം മൂസ അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? അഗൈറല്ലാഹി അബ്ഗീകും ഇലാഹ, നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ഇലാഹ് ആക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് അള്ളാഹുവിനെ അല്ലാതെ ഞാൻ ഇലാഹായി തൃപ്തിപ്പെടുകയോ എന്ന്. കാരണം എന്താണ് അവർ പറഞ്ഞത്? ഇജഅലനാ ഇലാഹൻ കമാലഹും ആലിഹ എന്നാണ്. അവർക്ക് ഇലാഹുകൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും ഇലാഹുകൾ ആക്കിത്താ എന്നാണല്ലോ അവർ പറഞ്ഞത്. ഫദല്ല അലാ അന്ന മൻ തബറക ബിശജറിൻ ഔ ഹജറിൻ ഫഖദ് ഇത്തഖദഹു ഇലാഹ, അപ്പോൾ അത് തെളിയിക്കുന്നു എന്ത്? ആരൊരുത്തൻ ഷജർ മരം കൊണ്ടോ ഹജർ കല്ല് കൊണ്ടോ ബറക്കത്തെടുത്തോ അവൻ അതിനെ ഇലാഹാക്കി. വഹാദാ ഹുവ ഷിർക്ക്, ഇത് ഷിർക്കാണ്. വഖ്തിലാഫുൽ ലഫ്ദി ലാ യുഅസ്സിറു മഅ ഇത്തിഫാഖിൽ മഅന, അപ്പോൾ ആശയം യോജിച്ച് വരുമ്പോൾ ലഫ്ദ് വ്യത്യസ്തമായി എന്നത് അതിനൊരു തഫ്സീറുമില്ല, ഒരു ഫലമല്ല, ഒരു കാര്യമല്ല. വ്യത്യസ്ത ലഫ്ദ് ഉപയോഗിച്ച് വന്നത്. ഹൗലായി ഖാലു, ഈ കൂട്ടർ എന്താ പറഞ്ഞത്? സഹാബാക്കൾ അവർ അടുത്ത് ഇസ്ലാം സ്വീകരിച്ചവരായിരുന്നു, അവരറിയാതെ പറഞ്ഞതാണ്. അവരെന്താ നബിയോട് പറഞ്ഞത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജഅലനാ ദാത്ത അൻവാത്തിൻ കമാലഹും ദാത്തു അൻവാത്ത്, അതായത് മുശ്രിക്കുകൾ അവർക്ക് അവരുടെ ആയുധങ്ങളൊക്കെ തൂക്കിയിടാൻ ഒരു മരം ഉണ്ടായിരുന്നു, ആ ദാത്തു അൻവാത്ത് പോലെ ഞങ്ങൾക്കും ഒരു ദാത്തു അൻവാത്തിനെ നിശ്ചയിച്ചു തരണേ എന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ ബനു ഇസ്രായേലെ ഖാലു, ബനു ഇസ്രായേലിൽ എന്താ പറഞ്ഞത്? ജഅലനാ ഇലാഹൻ കമാലഹും ആലിഹ, അവർക്ക് ഇലാഹുകൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും ഇലാഹിനെ ആക്കിത്താ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജഅല ഹാദാ മിസ്ല ഹാദാ, അപ്പോൾ ഇതിനെ അതിനോട് അതുപോലെ ആക്കി. ഇഖ്തുലിഫ ലഫ്ദ് വ്യത്യസ്തമാണെങ്കിൽ, അപ്പോൾ ഇസ്രായേലിൽ പറഞ്ഞ പോലെ നിങ്ങളും പറയണമെന്നാണ് ചോദിച്ചത് നബി. അപ്പോൾ അതിനർത്ഥം എന്താണ്? അവർ ഇലാഹാക്കാൻ പറഞ്ഞിട്ടില്ല, ഇലാഹിനെ നിശ്ചയിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടില്ല സഹാബാക്കൾ. എന്നിട്ടും ഇലാഹിനെ ആക്കി കൊടുക്കാൻ പറഞ്ഞ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ബനു ഇസ്രായേലിൽ അവരുടെ നടപടിയോടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സദൃശപ്പെടുത്തിയത് എന്നാണ്. അപ്പോൾ ഇങ്ങനെ മരം കൊണ്ട് ബറക്കത്തെടുക്കുക എന്നും ഷിർക്കൻ പ്രവൃത്തിയാണ് ഇതെന്ന് മനസ്സിലാക്കാം. ആ മരത്തിനെ ഇലാഹാക്കൽ അതിൽ വന്നു ചേർന്നു. വൽ ആന അബദത്തുൽ ഖുബൂരി യഖൂലൂൻ, ഇപ്പോൾ ഖുബൂരികൾ പറയുന്നു, ഖബറാരാധകർ പറയുന്നു, ഹാദാ ലൈസ ബിഷിർക്ക്, ഇത് ഷിർക്കല്ല. ഖബറാളികളോട് തേടുക, ദർഗകളിൽ പോയിട്ട് അവരോട് തേടുക, അത് ഷിർക്കല്ല എന്നാണ് അവർ പറയുന്നത്. ഹാദാ തവസ്സുല എന്നാണ് പറയുന്നത്. ഹാദാ മഹബ്ബത്തുൽ ഔലിയാ വ സ്വാലിഹീൻ, ഇത് ഔലിയാക്കൾക്കും സ്വാലിഹീങ്ങളോടുള്ള മഹബ്ബത്താണ്, ഇഷ്ടം വെക്കലാണെന്നാണ് പറയുന്നത്. ഇന്ന ഔലിയാ അല്ലാഹി സ്വാലിഹീന ലാ യർദൂന ബിഹാദൽ അമൽ, എന്നാൽ
സ്വാലിഹീങ്ങളായ സച്ചരിതരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഈ പ്രവൃത്തി ഇഷ്ടപ്പെടില്ല. വലാ യർദൂന അൻ തുജഅല ഖുബൂറുഹും ഔസാന തുഅബദു മിൻ ദൂനില്ലാഹ്. അവരിഷ്ടപ്പെടില്ല എന്ത്? അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന ബിംബങ്ങളെ അവരുടെ ഖബറുകളാക്കപ്പെടാൻ. അവരുടെ ഖബറുകൾ അങ്ങനെ ആക്കപ്പെടുന്നത് അവർ ഇഷ്ടപ്പെടുന്നില്ല. വന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസന യുഅബദ്. അല്ലാഹുവേ, എൻ്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന വസൻ ബിംബമാക്കരുതേ. ഇസ്തദ്ദ ഗളബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ഇസ്തദ്ദ ഗളബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അല്ലാഹുവിൻ്റെ കോപം ശക്തമായിരിക്കുന്നു അലാ ഖൗമിൻ, ഒരു ജനതയ്ക്കുമേൽ, ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരുടെ അമ്പിയാക്കളുടെ, നബിമാരുടെ, പ്രവാചകന്മാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി. അതാണ് അള്ളാഹു അവരുടെ മേൽ ശക്തമായ കോപമുള്ളവനാവാൻ കാരണം. ഫദല്ല അലാ അന്ന തഅ്ദീമൽ ഖുബൂരി വത്തബറുകി ബിഹാ യജ്അലുഹാ ഔസാനൻ തുഅബദു മിൻ ദൂനില്ലാഹ്. അപ്പോൾ ഖബറുകളെ ആദരിക്കുക എന്നതും അതിനെ അവർ ഇപ്പം ഇമാം റാസിക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ റഹ്മത്തുള്ളാഹ്, ഖബറാളികളെ തഅ്ലീം ചെയ്യുക, അവർ അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് ശുപാർശക്കാരാകും എന്ന ഉദ്ദേശത്തിൽ, അങ്ങനെയുള്ള വിശ്വാസത്തിൽ, അത് ഷിർക്കാണ്, അത് ബിംബാരാധനയാണെന്ന് അദ്ദേഹം പറഞ്ഞായിട്ട് തഫ്സീർ റാസിയിലൊക്കെ കാണാം. അപ്പോൾ അതുപോലെ തഅ്ലീം ചെയ്യുക എന്നത് വത്തബറുക്കി ബിഹ അല അന്ന തഅ്ലീമൽ ഖുബൂരി വത്തബറുക ബിഹ, അതുകൊണ്ട് ബറക്കത്തെടുക്കുക എന്നതും യജ്അലുഹാ ഔസാനൻ തുഅബദു മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന ബിംബങ്ങളാക്കുകയാണ് ആ ഖബറിനെ അതിലൂടെ ഒന്ന് ചേരുന്നത്. ഫൽ ഹാസലു, അപ്പോൾ ചുരുക്കം, അന്ന ഹാദാ ഫീ ദലീലുൻ അലാ അന്നൽ ഇബ്റത ഫിൽ മആനി ലാ ഫിൽ അൽഫാദ്. ആശയത്തിലാണ് പരിഗണിക്കേണ്ടത്, ലഫ്ളിൽ അല്ല. ഇവിടെ ഒരു കൂട്ടർ ബനൂ ഇസ്രായേലിൽ പറഞ്ഞതാണ്, ജഅലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്ക് ആലിഹത്ത് ഉള്ളതുപോലെ, ഇലാഹുകളുള്ളതുപോലെ ഞങ്ങൾക്കും ഇലാഹനാക്കിത്താ എന്നാണ് പറഞ്ഞത്. സഹാബാക്കൾ പറഞ്ഞതോ, ജഅലനാ ദാത്ത അൻവാത്തിൻ കമാലഹും ദാത്തു അൻവാത്ത്, അവർക്ക് ദാത്തു അൻവാത്തുള്ള പോലെ ഞങ്ങൾക്കും ദാത്തു അൻവാത്ത് നിശ്ചയിച്ച് തരണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ലഫ്ദിൽ വ്യത്യാസമുണ്ടെങ്കിലും ആശയം ഒന്നാണ്. ഫഖ്തിലാഫുൽ അൽഫാദി ലാ യുഅസ്സിറു, അപ്പോൾ ലഫ്ദിലെ വ്യത്യാസം അതിൽ കാര്യമില്ല. ഫഇൻ സമ്മൗഹു തവസ്സുലൻ, അപ്പോൾ ഈ ഖബറാരാധന അവർ തവസ്സുൽ എന്ന് വിളിച്ചാലും ഔ സമ്മൗഹു ഇദ്ഹാറൻ ലി മഹബ്ബത്തി സ്വാലിഹീന എന്നായിരിക്കും. ഇവിടെ അങ്ങനെയാണ് മനസ്സിലാവുന്നത്. സ്വാലിഹീങ്ങൾക്ക് ഓടുള്ള പ്രേമം, ഇഷ്ടം വെളിവാക്കലാണ് എന്ന് അവർ പേര് വെച്ചാലും, ഔ വിഫാ അൻ ബിഹഖിഹിം, അവരോടുള്ള ഹക്ക് പൂർത്തിയാക്കാണ്, ബാധ്യത പൂർത്തിയാക്കാണ് എന്നൊക്കെ പറഞ്ഞാലും അലൈന നമുക്ക് മേൽ, കമാ യഖൂലൂൻ, ഖുബൂരികൾ പറയുന്ന പോലെ, ഹാദാ ഹുവ ഷിർക്ക്, പക്ഷേ എന്താണ് ഇത് ഷിർക്കാണ്, സവാഉൻ ബിസവാ, ഒക്കെ സമ. ഫല്ലദീ യതബറകു ബിൽ ഹജരി അവി ഷജരി ഔ ബിൽ ഖബരി ഖദ് ഇത്തഖദഹു ഇലാഹ. അപ്പോൾ ഹജർ, ശില, കല്ല് കൊണ്ട് ബറക്കത്തെടുത്തവൻ, മരം കൊണ്ട് ബറക്കത്തെടുത്തവൻ, ഖബർ കൊണ്ട് ബറക്കത്തെടുത്തവൻ, അവനൊക്കെ എന്താണ് അതിനെ ഇലാഹാക്കി. ഇൻകാന യസൂമു അന്നഹു ലൈസ ബിൽ ഇലാഹിൻ, അത് ഇലാഹല്ല എന്ന് അവൻ വാദിക്കുന്നുണ്ടെങ്കിലും, ഫൽ അസ്മാഉ ലാ തതഅയ്യറുൽ ഹഖായിഖ്, തതഅയ്യറുന്നായിരിക്കും. അപ്പോൾ ഇസ്മുകൾ, പേരുകൾ യാഥാർത്ഥ്യത്തെ ഇല്ലാതാക്കൂല, പകർച്ചയാക്കൂല, വ്യത്യസ്തമാക്കൂല. ഇദാ സുമ്മിയത്ത് ഷിർക്കു തവസ്സുലൻ ഔ മഹബ്ബത്തു ലിസ്വാലിഹീൻ ഔ വിഫാഅൻ ബിഹഖിഹിം നഖൂലു അൽ അസ്മാഉ ലാ തതഅയ്യറുൽ ഹഖായിഖ്. അപ്പോൾ ഷിർക്കിന് തവസ്സുൽ എന്ന് പേര് പറഞ്ഞാലും, സ്വാലിഹീങ്ങളോടുള്ള മഹബത്ത് എന്ന് പറഞ്ഞാലും, അവരോടുള്ള ബാധ്യത പൂർത്തീകരിക്കുക എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ ഷിർക്ക് തന്നെ. അഫിഹി അയ്ളൻ മസ്അലത്തു മുഹിമ്മ, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട മസാല ഉണ്ട്. വഹിയ അന്ന ഹുസ്നുൽ മഖാസിദി ലാ യുഗയ്യിറു മിനൽ ഹുക്മി ശർഇ ഷൈഅൻ. നല്ല ഉദ്ദേശ്യം എന്നത് അത് ശർഇൻ്റെ ഹുക്മിൽ, വിധിയിൽ ഒരു മാറ്റവും വരുത്തില്ല. ഹൗലാഇ ലഹും മഖ്സദു ഹസനിൻ, ഈ സഹാബാക്കൾ ഇപ്പോൾ എന്താ പറയുക, അവർക്ക് നല്ല ഉദ്ദേശമായിരുന്നു. വലാകിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യഅ്തബിർ മഖാസിദഹും, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഉദ്ദേശ്യങ്ങളെ പരിഗണിച്ചില്ല. ബൽ അങ്കറഹാദ, പക്ഷേ നബി അത് എന്ത് ചെയ്തു, നിരാകരിച്ചു, ഇൻകാർ ചെയ്തു. ലിഅന്നൽ വസാഇൽ അല്ലതി തുഫ്ളി ഇലൽ മഹാദീരി മംനൂഅത്തുൻ, കാരണം സൂക്ഷിക്കേണ്ട കാര്യങ്ങളിലേക്ക്, ഹറാമായ കാര്യങ്ങളിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങൾ അതും തടയപ്പെട്ടതാണ്. സഹാബിയുൻ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്മിലു സൈഫ ലി ജിഹാദ്, ജിഹാദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ വാളെടുത്ത സഹാബി, മാ ഖസദ ഇല്ലൽ ഖൈർ, അവർ ഖൈറല്ലാതെ, നന്മയല്ലാതെ ഉദ്ദേശിച്ചിട്ടില്ല. ഹുവ വമൻ മഅഹു, അവരും അവരോടൊപ്പമുള്ളവരും, അദ്ദേഹം
മഅഹാദ വലബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നബിയും സഹാബാക്കളും നന്മയല്ലാതെ ഉദ്ദേശിച്ചില്ല. അപ്പോൾ സഹാബാക്കൾ നബിൻ്റെ കൂടെയാണ്. ആ സഹാബാക്കളാണല്ലോ ഹുനൈൻ യുദ്ധത്തിന് പോയ സഹാബാക്കളാണല്ലോ പറഞ്ഞത്. അവർ മുശ്രിക്കുകൾ അവരുടെ ആയുധങ്ങൾ അസ്ലിഹത്ത് ഒരു മരത്തിൽ തൂക്കിയിടാറുണ്ട്, അതുപോലെ ഞങ്ങൾക്കും ഒരു ധാത്തു അൻവാത്ത് നിശ്ചയിച്ച് തരണം എന്ന് പറഞ്ഞാൽ നല്ല ഉദ്ദേശത്തിലാണ് അവർ പറഞ്ഞത്. അവരതിന് ഇലാഹാക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ എന്താണ്? മൂസാ നബിൻ്റെ ചേർന്ന് മൂസാ നബിയോട് ചോദിച്ച പോലെ നിങ്ങൾ ചോദിക്കുകയാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ആ മക്കാലത്ത് അതിന് നബി ദേഷ്യപ്പെട്ടു. വജഅലഹ മിസ്ല മഖാലത്തി ബനി ഇസ്രായീൽ, ഇസ്രായേലിയരുടെ സംസാരം പോലെ അതിനെ നബി ആക്കി. അതുപോലെ പറഞ്ഞു ഫദല്ല അലാ അന്നൽ മഖാസിദുൽ ഹസനത ലാ തുബർറിറു അൽ ഗായാത്തി സയ്യിഅത്തി വൽ മുൻകറ. അപ്പോൾ നല്ല ഉദ്ദേശം വിചാരിച്ചിട്ട് ലക്ഷ്യം അതിനെ എന്താക്കില്ല, മോശമായ ലക്ഷ്യം അല്ലെങ്കിൽ മുൻകറത്തായിട്ടുള്ള ലക്ഷ്യങ്ങളെ അത് തബറുറാക്കൂല എന്ന്. വഫീഹി അയ്ളൻ, ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അൽ ഖാഇദത്തുൽ അളീമ, മഹത്തായ ഒരു ഖായിദ. വഹിയ ഖുദൂറത്തു തശബ്ബുഹി ബിൽ കുഫാരി വൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളോട് ബഹുദൈവവിശ്വാസികളോട് സത്യനിഷേധികളോട് തശബ്ബുഹ് സദൃശമാകുന്നതിൻ്റെ അപകടം. ലിഅന്നഹാ തുഅദ്ദി ഇല ശിർക്ക്, കാരണം അത് ശിർക്കിലേക്ക് നയിക്കും. വലിഹാദാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലതർകബുന്ന സുനന മൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവരുടെ, അതായത് ബഹുദൈവവിശ്വാസികളൊക്കെ ആയിട്ടുള്ള ആളുകളുടെ ചര്യ, യഹൂദി നസാറാക്കളുടെ ചര്യ നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും, പിൻപറ്റുക തന്നെ ചെയ്യും. വഹാദാ ഫീ അയ്ളൻ അലമുൻ മിൻ അലാമിൻ നുബുവ, നുബുവത്തിൻ്റെ തെളിവുകളിൽ അലമുകളിൽപ്പെട്ട ഒരു അലമ് ഇതിലുണ്ട്. ഫഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബറ അന്നഹു ഫിൽ മുസ്തഖ്ബിലി സയകൂനു ഫിൽ മുസ്ലിമീന, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ഭാവിയിൽ മുസ്ലിങ്ങളിൽ അങ്ങനത്തെ ഒരു കൂട്ടരുണ്ടാകും എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. മയ്യുഖല്ലിദു അൽ കുഫാറ, കാഫിറുകളോട് തുടരുന്ന. വഹദാ വഖഅ കമാ അഖ്ബറ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സംഭവിച്ചു. ഫതഖ്ലീദുൽ കുഫാറിൽ ആന അലാ ഖദ്മിൻ വസാഖിൻ, എന്താണ് അപ്പോൾ കാഫിറുകളോട് തഖ്ലീദ് ചെയ്യുക എന്നുള്ളത് ഇക്കാലത്ത് അലാ ഖദ്മിൻ വസാഖിൻ എന്ന് പറഞ്ഞാൽ അത്രക്ക് പ്രിപ്പയർഡായിട്ടാണ്, അത്രക്ക് ഒരുമ്പെട്ടിട്ടാണ്, അത്രക്ക് എല്ലാ സന്നാഹങ്ങളോട് കൂടിയാണ്. ഇല്ലാ മർ റഹിമല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചവരൊഴികെ. വഹദാ ഖബറുൻ മഅനാഹു തഹദീറു വലൈസ മുജറദു ഖബറിൻ, അപ്പോൾ ഇത് അങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞ ഒരു ഖബറാണ്, ഒരു വാർത്തയാണ്. പക്ഷേ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? വാണിംഗ്, മുന്നറിയിപ്പാണ്. ജസ്റ്റ് വെറുതെ ഒരു വർത്തമാനം പറയലല്ല ഇത്. ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കുന്ന പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുന്നതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം, അങ്ങനെ സംഭവിക്കും, അതുകൊണ്ട് സൂക്ഷിച്ചോളണം എന്നതാണ്. കുഫാറുകളോട് ചേരുന്ന ഒരു കൂട്ടർ മുസ്ലിങ്ങളിൽ തന്നെ ഉണ്ടാകും എന്ന്. فهذا الحديث فيه التحذير من التشبه بالمشركين والكفار في أفعالهم وعاداتهم الخاصة وتقاليدهم وطقوسهم. അപ്പോൾ ഈ ഹദീസ് അതിൽ മുന്നറിയിപ്പുണ്ട്, തഹദീറുണ്ട്. മുശ്രിക്കുകളോടും ബഹുദൈവവിശ്വാസികളോടും സത്യനിഷാദികളോടും അവരുടെ പ്രവർത്തനങ്ങളിലും അവരുടെ ആദത്തുകളിലും, പ്രത്യേകിച്ചുള്ള അവർക്ക് പ്രത്യേകമായിട്ടുള്ള ആദത്തുകളിലും അവരുടെ അനുകരണങ്ങളിലും അവരുടെ റിച്വൽസ് ആചാരങ്ങളിലൊക്കെ അവരോട് തശ്ബീഹ, സദൃശ്യമാകുക, അത് പാടില്ല. അതിൽ ഉള്ള ഒരു അങ്ങനെ ചെയ്യുന്നതിനുള്ള ഒരു മുന്നറിയിപ്പ് ഈ ഹദീസിലുണ്ട്. അമൽ ഉമൂറു മുബാഹത്ത് ഫലാ ബഅസ ബിൽ അഖ്ദി ബിഹാ, എന്നാൽ അനുവദനീയമായ കാര്യങ്ങൾ അതവർ ചെയ്യുന്നുണ്ട് വിചാരിച്ച് നമുക്ക് ചെയ്യാൻ പാടില്ല എന്നില്ല, അത് കുഴപ്പമില്ല, അവരിൽ നിന്ന് സ്വീകരിക്കും ചെയ്യാം. നഅഖുദു മിനൽ മുശ്രിക്കീന അൽ ഖിബ്റാത്ത് അൽ മുഫീദ, ബഹുദൈവവിശ്വാസികളിൽ നിന്ന് ഉപകാരപ്രദമായിട്ടുള്ള എക്സ്പീരിയൻസസ് ഒക്കെ, പരിചയം, അവർക്ക് പരിചയം അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, എടുക്കുന്നുണ്ട്. നഅഖുദു മിൻഹും അൽ ബളാഇഹ്, ചരക്കുകൾ അവരിൽ നിന്ന് സ്വീകരിക്കാം. നഅഖുദു മിൻഹും അൽ അസ്ലിഹ, അവരിൽ നിന്ന് ആയുധങ്ങൾ സ്വീകരിക്കാം. അപ്പോൾ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാം? ആയുധങ്ങൾ സ്വീകരിക്കാം. ഹാദിഹി ഉമൂറുൻ കാനത്ത് ഫിൽ അസ്ലി ലനാ, ഇത് അടിസ്ഥാനപരമായിട്ട് നമുക്കുള്ളതാണ്. പക്ഷേ എന്താണ്? യഖൂലു അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്വയ്യിബാതി മിനർ റിസ്ഖ് ഖുൽ ഹിയ ലില്ലദീന ആമനു ഫിൽ ഹയാത്തിദ് ദുനിയ ഖാലിസത്തൻ യൗമൽ ഖിയാമ. ഖുൽ, നബിയെ പറയാം, മൻ ഹറമ സീനത്തല്ലാഹ്, അല്ലാഹുവിൻ്റെ അലങ്കാരം, സീനത്ത്, അത് നിഷേധിച്ചവൻ ആരാണ്? അഖ്റജ ലിഇബാദിഹി, അവൻ അവൻ്റെ അടിമകൾക്ക് വേണ്ടി പുറപ്പെടുവിച്ച വത്വയ്യിബാതി മിനർ റിസ്ഖ്, വിഭവങ്ങളിൽ നിന്ന് നല്ലതും. ഖുൽ, നബിയെ പറയാം, ഹിയ ലില്ലദീന ആമനു, അപ്പോൾ ഈ ഭൗതികമായിട്ട് നല്ല വിഭവങ്ങളൊക്കെ അത് സത്യവിശ്വാസികൾക്കുള്ള ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ ജീവിതത്തിൽ, ഖാലിസത്തൻ യൗമൽ ഖിയാമ, അന്ത്യനാളിലോ അവർക്ക് മാത്രം തനിച്ചു.
പക്ഷേ ഹാദിഹിൽ മനാഫിഉ ഫിൽ അസ്ലിൽ മുസ്ലിമീന, അപ്പം അടിസ്ഥാനപരമായിട്ട് ഇത് മുസ്ലിങ്ങൾക്കുള്ളതാണ്. പക്ഷെ വലാക്കിന്ന ലമ്മാ തക്കാസലിൽ മുസ്ലിമൂന അഖദഹ അഅദാഉഹും, അവർ ഭൗതിക വിഭവങ്ങൾ തേടുന്നതിൽ അവർ തക്കാസുൽ, അതേപോലെ ശാസ്ത്രീയമായിട്ടുള്ള വിദ്യകളും കോപ്പുകളും ഒക്കെ തേടുന്നതിൽ അവർ അലംഭാവം കാണിച്ചപ്പോൾ എന്തായി, മുസ്ലിങ്ങൾ അലംഭാവം കാണിച്ചപ്പോൾ അത് ശത്രുക്കൾ കൈവശപ്പെടുത്തി. ഫലമാനിയാനിൽ മുസ്ലിമിനെ യഖുദുഹു ബിഹാദിഹിൽ അഷ്യാൽ മുഫീദ. അപ്പോൾ ഈ പ്രയോജനകരമായ വസ്തുക്കൾ സത്യനിഷേധികളിൽ നിന്ന് ബഹുദൈവ വിശ്വാസികളിൽ നിന്നൊക്കെ സ്വീകരിക്കുന്നതിൽ തടയുന്ന കാര്യമൊന്നുമില്ല. വലൈസ ഹാദാ മിന തശബ്ബുഹ്, ഇത് അവരോട് തശബ്ബുഹ അവരല്ല. ഇന്നമ തശബ്ബുഹു ഹുവ തഖ്ലീദുഹും ഫിൽ ഉമൂരില്ലത്തി ലാ ഫായിദത മിൻഹാ വലാ ഖീമത ലഹ. ഒരു വിലയില്ലാത്ത, ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ അവരിൽ നിന്ന് തഖ്ലീദ് ചെയ്യുക, അനുകരിക്കുക, അതാണ് തശബ്ബുഹ്. അവിൽ ഉമൂരില്ലത്തി തദ്ഖുലു ഫിൽ ഇബാദത്തി വൽ അഖീദത്തി വദ്ദീൻ, അല്ലെങ്കിൽ ദീനിലും അഖീദയിലും ഇബാദത്തിലും പെടുന്ന കാര്യങ്ങൾ അതിൽ ബഹുദൈവ വിശ്വാസികളോട് സദൃശമാകുക, അതാണ് പാടില്ലാത്തത്. അതാണ് തശബ്ബുഹ് പാടില്ല എന്ന് പറഞ്ഞത്. ഖദ് യുഖാലു, പറയപ്പെട്ടേക്കാം ഇങ്ങനെ, എന്ത് ചിലപ്പോൾ അന്തും തഹറുമൂന തബറുക ബിൽ അസ്ജാരി വൽ അഹ്ജാരി വൽ ഖുബൂർ, നിങ്ങൾ മരങ്ങൾ കൊണ്ടും ശിലകൾ കൊണ്ടും അല്ലെങ്കിൽ കല്ലുകൾ കൊണ്ടും ഖബറുകൾ കൊണ്ടും ബറക്കത്തെടുക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? തുഹരിമുന, അന്തും തുഹരിമുന, നിങ്ങൾ ഹറാമായി പറയുന്നു, ഹറാമാക്കുന്നു. ഫി ഹീന അന്ന സഹാബത റളിയല്ലാഹു അൻഹും കാനൂ ഫി ഹീനിൻ അന്ന സഹാബത കാനൂ യതബറകുന ബിരിഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വശാരിഹി വവദൂഇഹി അലൈസ ഹാദാ തബറുകൻ ബിമഖ്ലൂഖ്. അപ്പോൾ ഇങ്ങനെ ചോദ്യം ഉണ്ടാ, എന്ത് സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റീഖ്, തുപ്പുനീര്, അതിന് ഷാറ്, മുടി, തിരുകേശം, അതേപോലെ വുദു എടുത്ത് ഇതിൻ്റെ അവശിഷ്ടം ബാക്കിയുള്ള വെള്ളം, ഇതുകൊണ്ടൊക്കെ ബറക്കത്തെടുത്തിരുന്നു. അലൈസ ഹാദാ തബറുകൻ ബിമഖ്ലൂഖിൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് സൃഷ്ടികൾ കൊണ്ടുള്ള ബറക്കത്തെടുക്കലല്ലേ എന്നൊരു ചോദ്യം കുബൂരികളുടെ ഭാഗത്ത് നിന്നുണ്ടാവാം. ഫൽ ജവാബു അൻ ദാലിക്, അപ്പോൾ അതിനുള്ള മറുപടി അന്ന ഹാദാ ഖാസുൻ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം പ്രത്യേകമായതാണ്. വബിമൻ ഫസല മിൻ ജസ്ദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞതുമായിട്ടുള്ള അവശേഷിപ്പുകൾ, തിരുശേഷിപ്പുകൾ. ലിഅന്നഹു മുബാറക്കുൻ, കാരണം അത് ബറക്കത്താക്കപ്പെട്ടതാണ്. നബിയുടെ മുടി, നബിയുടെ ഇർഖ്, വിയർപ്പ് ഒക്കെ ആണെങ്കിലും ഫലമ്മം ഫസല മിൻ ജസദിഹി മിൻ ദീഖിൻ ഔ ഇർഖിൻ ഔ അറഖിൻ ആയിരിക്കും, ഔ ഷാരിൻ ഔ വദൂഇൻ ഫഇന്നഹു യതബറകു ബിഹി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റീഖ്, ഉമിനീര്, അതേപോലെ വിയർപ്പ്, മുടി, വുദു എടുത്തതിൻ്റെ അവശേഷിക്കുന്ന വെള്ളം, ഇതുകൊണ്ടൊക്കെ ബറക്കത്തെടുക്കപ്പെടാം, അത് കുഴപ്പമില്ല. അമ്മ തബറുക്കു ബി ഗൈരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹാദാ ലം യരിദ് ഹത്താ മഅ അഫ്ളലിൽ ഉമ്മത്തി അബീ ബക്കർ ഉമർ ഉസ്മാൻ വഅലി വൽ അശറത്തുൽ മുബശ്ശിരീൻ ബിൽ ജന്ന വഅസ്ഹാബ് ബദർ വഅസ്ഹാബയത്തി റിദ്വാൻ മാ ദുകിറ അന്നൽ മുസ്ലിമീന കാനൂ യതബറകുന ബിഹാഉലായി ലാ ബിരിഖിഹിം വലാ ബിഅർഖിഹിം വലാ ബിശുഊരിഹിം. അപ്പോൾ എന്താണ്, എന്നാൽ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അശറത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബാക്കൾ, ബദരീങ്ങൾ, അതേപോലെ ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത സഹാബാക്കൾ, അവർ ആരിൽ നിന്നും അവരുടെ ഒന്നും ശേഷിപ്പുകൾ കൊണ്ട് എന്ത് വന്നിട്ടില്ല, ബറക്കത്തെടുക്കൽ അങ്ങനെ വാരിതായി വന്നിട്ടില്ല, അങ്ങനെ തെളിവൊന്നും വന്നിട്ടില്ല. ഒരു മുസ്ലിങ്ങൾ ആരും തന്നെ ഇവരുടെ ഈ പറയപ്പെട്ട മഹാന്മാരുടെ ആധാറുകൾ കൊണ്ട് ബറക്കത്തെടുത്തതായിട്ട് തെളിവില്ല എന്നതാണ്. ഫത്തബറുകു ലാ യജൂസു ലാ ബിൽ അശ്ജാരി വലാ ബിൽ അഹ്ജാരി വലാ ബിൽ അഷ്ഖാസി വല ബിൽ ഹുജ്റത്തിൻ നബവിയ്യ വല ബി ഖബ്റിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ബറക്കത്ത് പറ്റില്ല എങ്ങനെ? കല്ലുകൾ കൊണ്ട്, മരങ്ങൾ കൊണ്ട്, വ്യക്തികളെ കൊണ്ട് ബറക്കത്തെടുക്കൽ പറ്റില്ല. ഹുജ്റത്തുൻ നബവിയ്യ കൊണ്ട് പോലും പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കൊണ്ടും ബറക്കത്തെടുക്കാൻ അതിനും തെളിവില്ല. കുല്ലു ഹാദാ ലാ യജൂസ്, ഇതൊന്നും അനുവദനീയമല്ല. لأن هذه أمور لم تكن منفصلة عن النبي صلى الله عليه وسلم. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞ സംഗതികളല്ല. അപ്പോൾ അതാണെങ്കിലാണ് ബറക്കത്ത്. വലൈസത്ത് മിൻ ജസദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ പെട്ടതുമല്ല. ഫലാ ബുദ്ദ അൻ നഅരിഫൽ ജവാബ അൻ ഹാദിഹി ശുബഹ. അപ്പോൾ ഈ ശുബഹത്തിനെ സംബന്ധിച്ചുള്ള മറുപടി നാം അറിയൽ നിർബന്ധമാണ്. ലിഅന്നഹും യുദ്ലുന ബിഹാ.